ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഒരു ആൽബമാണ്. ഇത് ഈ വാലന്റൈൻസ് ഡേക്ക് ഉണ്ടാക്കിയതാണ്. ബട്ട് നിങ്ങൾക്ക് ഏത് ഒക്കേഷനിലും ഏത് തീമിലും ആണെങ്കിലും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പുതിയൊരു ടൂളാണ്, ഡിസ്ക് പവർ പഞ്ച് ഫ്രം VR മെമ്മറി കീപ്പേഴ്സ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടൂള്, ഡിസ്ക് പവർ പഞ്ച്. നമ്മൾ നോർമലി ആൽബം ബൈൻഡ് ചെയ്യുക ഇത് ബൈൻഡിങ് റിങ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ പേപ്പർ തന്നെ ഗ്ലൂ വെച്ചിട്ട് യൂസ് ചെയ്തിട്ട് ബൈൻഡ് ചെയ്യും. ബട്ട് ദിസ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്നത് ഡിസ്ക്കാണ്. ആ ഡിസ്ക് നമ്മൾ ഓരോ പഞ്ച് ഹോൾസിലും അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് ആൽബം ബൈൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഏത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ എന്ത് ആൽബം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ എടുക്കുന്ന പേപ്പേഴ്സ് എല്ലാം കോർഡിനേറ്റിംഗ് ആയിരിക്കണം. അത് പാറ്റേൺസിലായാലും കളേഴ്സിലായാലും. അപ്പോൾ സെയിം കളക്ഷൻ തന്നെ എടുക്കുകയാണെങ്കിൽ നല്ലത്. ഞാനിവിടെ ഡിഫറെൻറ്റ് കളക്ഷൻ എടുത്തിട്ടുണ്ട്. ബട്ട് മാച്ചിങ് ആണെന്ന് തോന്നുന്ന കുറച്ച് പേപ്പേഴ്സ് കട്ട് ചെയ്തെടുത്തതാണ്. ഈ ഓരോ പേജിൻ്റെയും സൈസ് വരുന്നത് 10x14 സെൻറ്റിമീറ്റർ ആണ്. ഇനി നമുക്ക് ബേസ് ഉണ്ടാക്കണം, ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ്. നോർമലി തിക്ക് കാർഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ചിപ്ബോർഡാണ് എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് ഈ പഞ്ചിൻ്റെ ബാക്ക് സൈഡിലുള്ള പാക്കേജിങ് കവർ തന്നെയാണ്. ഇതിൻ്റെ കേർവ്ഡ് കോർണേഴ്സ് എല്ലാം ട്രിം ചെയ്തതിന് ശേഷം നമ്മൾ ഡിസൈഡ് ആയിട്ടുള്ള സൈസ്, ദാറ്റ് ഇസ് 10x14 സെൻറ്റിമീറ്ററിലേക്ക് നമ്മൾ എല്ലാ പേജസും കട്ട് ചെയ്തെടുക്കണം. ബേസിൻ്റെ രണ്ട് പോർഷനും കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് അത് കവർ ചെയ്യണം. ഐ പ്രിഫർ ഇവിടെ നിങ്ങളൊരു ഗ്ലൂ ടേപ്പ് യൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്ന ഗ്ലൂ റോളർ ഇറ്റ്സ് ഫ്രം സ്കൂബു. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അങ്ങനെ നമ്മളെ ഫ്രണ്ട് ആൻഡ് ബാക്ക് കവേഴ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് പേജ് ഏത് സൈഡിൽ വരണം, എത്ര പേജസ് ഉണ്ടാവണം എല്ലാം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഡിസ്ക് പവർ പഞ്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് ആൾട്ടർനേറ്റ് ആയിട്ട് ഹോൾസ് ഇട്ട് തുടങ്ങാം. ഈ പവർ പഞ്ചിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു ഗൈഡ് ഉണ്ട്. ഒരു ഹോൾ ഇട്ടതിന് ശേഷം എത്ര ഡിസ്റ്റൻസിൽ അടുത്ത ഹോൾ ഇടണം എന്നുള്ളത് ആ ടൂളിൻ്റെ മേലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഞാൻ ഈ പേപ്പറിൻ്റെ ഇടയിൽ 4 ഹോൾസാണ് ഇട്ടിരിക്കുന്നത്, വിച്ച് മീൻസ് 4 ഡിസ്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെ എല്ലാ പേജസിലും ഹോൾസ് ഉണ്ടാക്കുക. ഇനി നമുക്ക് നമ്മൾ ഡിസ്ക് ഇൻസേർട്ട് ചെയ്യാം. പല കളേഴ്സിലും അവൈലബിൾ ആണിത്. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഭയങ്കര എളുപ്പമാണ്. നമ്മൾ നോർമൽ ബൈൻഡിങ് പോലെയല്ല. ഒരു പേജ് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പേജ് നമ്പർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യണം. ഡെക്കറേറ്റ് ചെയ്യാൻ ഞാനൊരു ഹാർട്ട് ഷേപ്പാണ് കൊടുക്കുന്നത്. കയ്യിലൊരു ഹാർട്ട് ഷേപ്പ് ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പേജിൻ്റെ മേലെ പ്ലേസ് ചെയ്തതിന് ശേഷം എൻ്റെ കയ്യിലുള്ള എല്ലാ പഫി സ്റ്റിക്കേഴ്സ് എല്ലാം യൂസ് ചെയ്ത് ആ ഷേപ്പിനെ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഒട്ടിച്ചു വെച്ചു. അത് നിങ്ങൾക്ക് വേറെ ഡെക്കറേഷൻ ചെയ്യാം. ഞാൻ വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് ഒരു ഹാർട്ട് ഷേപ്പ് അവിടെ ബ്രിങ് ചെയ്തതേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മളെ ടൈറ്റിൽ കൊടുക്കാം. എന്ത് ടൈറ്റിൽ വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ഒരുപാട് കാര്യം എക്സ്പെരിമെൻ്റ് ചെയ്തിരുന്നു. എന്നിട്ടാണ് ഫൈനൽ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഈ ആൽബം ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്.
എത്ര സിമ്പിളായിട്ട് നമ്മൾ ഇതുവരെ ബൈൻഡിങ് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ഇത് ഫിനിഷിംഗ് ടച്ചിന് വേണ്ടിയിട്ട് മേലെ ജസ്റ്റ് ഒരു പഞ്ച് ചെയ്തിട്ട് ഒരു ടാസിൽ അല്ലെങ്കിൽ ഒരു പോംപോം ആഡ് ചെയ്യാണ്. മാച്ചിങ് കളർ ആവാൻ ശ്രദ്ധിക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് അമേരിക്കൻ ക്രാഫ്റ്റ്സിൻ്റെ ഹെയ് സാന്റ കളക്ഷൻ എന്നാണ്. അത് ക്രിസ്മസ് ഒരു കളക്ഷനാണ്, ബട്ട് അതിലൊരു പിങ്ക് ആൻഡ് റെഡ് വരുന്നുണ്ട്. സോ ഐ യൂസ്ഡ് ഇറ്റ് ഹിയർ. അപ്പോൾ നമ്മൾ ആൽബം ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇതിൽ പിക്ചേഴ്സ് ആഡ് ചെയ്യണം, അത്ര മാത്രമേ ഉള്ളൂ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ആൻഡ് ലെറ്റ് മീ നോ യുവർ ഫീഡ്ബാക്ക് ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് hope to see you again very, very soon. Take care. Bye-bye.